അപ്പോൾ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. ഇതിന് മുന്നേ നമ്മൾ ഇവിടുത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, എന്നാലും നിങ്ങൾ കാണേണ്ടതായത് കാരണം ഒന്നും കൂടി ചെയ്യണതാണ് അല്ലേ. എൻ്റെ കൂടെ കമ്മത്ത് ബായി ഉണ്ട്, പ്രതീക്ഷ ചേട്ടനുണ്ട്, അവിടെ ടോണി ഉണ്ട്. അപ്പോൾ ഞങ്ങൾ 4 പേരും കൂടി മറ്റെങ്ങും അല്ല, നമ്മുടെ അരൂര് കുമ്പളം ടോളിന് തൊട്ട് മുന്നേ പ്രവർത്തിക്കുന്ന മിഡ് ഡേ മാംഗ്രൂസിലേക്ക് പോകണമാണ്. ഇന്നത്തെ ഉച്ചക്കത്തെ ഫുഡ് ഇവിടെ നിന്നാണ് അല്ലേ കമ്മത്ത് ബായി? ഓക്കെ വാ. അപ്പോൾ അവിടുത്തെ ഫുഡിൻ്റെ വിശേഷങ്ങളുമായിട്ട് എന്താണ് കുഴപ്പമില്ല, അത് കിട്ടിക്കോളും, കുഴപ്പമില്ല. മൈക്കില്ലെന്ന് നമ്മുടെ സൗണ്ടിനെ ടോണേ ഞാൻ അത്ര കൊച്ചാക്കരുതായിരുന്നു. അപ്പോൾ ഇതേ ഒന്നും കൂടി ഇവിടുത്തെ ആംബിയൻസ് ഒന്ന് കാണിച്ചു തരാം. ആ കയറിക്കോ, നേരെ പോട്ടെ. ഇതെന്താ എന്താണ് ഞാൻ ചാർജർ ഷേക്ക് തന്നെയാണ് കുടിച്ചത്. ഓ അങ്ങനെ. അത് വേറെ രസം ഉണ്ടട്ടാ, നിങ്ങൾ രണ്ടും കൂടി ഇങ്ങനെ വിഷലിൽ കാണുമ്പോൾ രണ്ടും മഞ്ഞ നോക്കി. കണ്ടല്ലോ അല്ലേ, എന്താ മൂഡ് നോക്കി. ഇവിടെ ഈ ആംബിയൻസ് വരുന്ന ഫുഡ് കഴിക്കാന്നൊക്കെ ഇതേ ഫ്ലോട്ടിങ് ഇതൊക്കെ ഉണ്ട്. അജിനോമോട്ടോ യൂസ് ചെയ്തിട്ടില്ലെന്നല്ലേ? ആ അതെ അതെ, അവരുടെ ഫുഡിൻ്റെ അത് നല്ലൊരു കാര്യമാണ്. അങ്ങനൊരു ബോർഡ് തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നോക്കി അവിടെ ഫ്ലോട്ടിങ്, അതിൻ്റെ അകത്തും കയറി നിന്നിട്ട് നമുക്ക് കഴിക്കാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഈവനിങ് വന്നിട്ട് നമുക്കൊരു വീഡിയോ എടുക്കുന്നുണ്ട്, അത് പിന്നെ എപ്പോഴെങ്കിലും കൊണ്ടുവരുന്നതാണ്. അപ്പോൾ ഇവിടുത്തെ ആംബിയൻസ് ഒക്കെ കിട്ടിയാൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ബാക്കി ഇനിയിപ്പോൾ ഫുഡിൻ്റെ കാര്യത്തിലേക്ക് കിടക്കാൻ പറ്റുന്ന നമ്മൾ അരുണുണ്ടെന്നോട്ടെ, ഇവിടുത്തെ നമ്മുടെ ഗഡി അരുണുണ്ടെന്നോട്ടെ. അതെ വേണ്ടത് അവിടെ ഇരുന്നാണെങ്കിൽ കഴിക്കാം. അവിടെ ഇരുന്ന് കഴിച്ചാൽ എന്താ ചീന വലയൊക്കെ ഉണ്ടത്. കസ്റ്റമർ ഉണ്ടാകുന്നോട്ടെ കേട്ടോ. ഇല്ല കുഴപ്പമില്ല, കണ്ടാ വേണമെങ്കിൽ ഇവിടെ ഇരുന്ന് കഴിക്കാം. ഇവിടെ ഇങ്ങനെ ഒരു സ്പേസ് കൂടി ഉണ്ട് കണ്ടാ, കായലിൻ്റെ സൈഡിൽ ചീനവല, ഇത് വരുന്ന ചീനവല ഉണ്ടാ. അപ്പോൾ ഇവിടെ ഇരുന്ന് കഴിക്കണമെങ്കിൽ ഇവിടെ ഇരുന്ന് കഴിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. എവിടെ വേണമെങ്കിലും ഇരുന്ന് കഴിക്കാം. എവിടെ കഴിക്കണം? ഇവിടെ ഇരുന്ന് കഴിക്കാം. വാ വാ, ഇവിടെയെങ്കിൽ വിടാം. എന്തിയാ അരുൺ, എന്തിയേ പുറത്ത് വയ്ക്കണേ? ആ അപ്പോൾ ഇതാണ് ഇവരുടെ സ്പേസ്. കണ്ട് ഇവിടെ ഇരുന്ന് വേണമെങ്കിൽ കഴിക്കാം. ഇതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഇത് ഫിഷിംഗ് പോയിൻ്റ് ആണ് കേട്ടോ. നിങ്ങൾ ഫാമിലി ഇപ്പോൾ കുട്ടികളൊക്കെ ആയിട്ട് വന്നിട്ട് മീൻ പിടിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ടാകും, അവർ തരുന്നതാണ്. ഇതിൻ്റെ അകത്ത് ഇരുന്ന് വേണമെങ്കിൽ കഴിക്കാനേ കുറച്ച് മുന്നേ പറഞ്ഞിരുന്നു. ഒന്ന് ഓടിച്ചിട്ട് ഞാൻ കാണിച്ചിട്ടാണ്. ഇവിടെയാണ് ഒരു കുക്കിംഗ് ഏരിയ. ആയി പിന്നെ ഇവിടെ വേണമെങ്കിൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഇത് നമ്മൾ നേരത്തെ കയറി അവിടെയാണ്. ഇങ്ങനെയും ഒരു ഓപ്ഷൻ ഉണ്ട്, ഇവിടെ ഇരുന്ന് കഴിക്കണമെങ്കിൽ ഇവിടെ ഇരുന്ന് കഴിക്കാം. വൈകുന്നേരത്തെ കാര്യം ഉണ്ടാവുന്നുണ്ട്, ഇപ്പോൾ നട്ടുച്ച നേരത്താണ്. അപ്പോൾ എന്തായാലും ഇനി ഫുഡ് വരട്ടെ, ബാക്കി വന്നിട്ട്. എങ്ങനെയുണ്ടെന്ന് നോക്കിയാൽ ഫുഡ് കഴിച്ച് നോക്കിയിട്ട് ചമ്മന്തിയൊക്കെ ഉണ്ട്. തുടങ്ങണേ ഉള്ളൂ പറയാം. ടോണി ടോണി എടാ നീ തുടങ്ങിയായിരുന്നാ? ചമ്മന്തി, ചെമ്മീൻ ചമ്മന്തി കേട്ടോ. എങ്ങനെയുണ്ട് സംഭവം? എങ്ങനെയുണ്ട്? എന്നിട്ട് ടോണിയാണ് അല്ലേ ടേസ്റ്റ് നോക്കിയിട്ട് പറയാൻ പോണോ? കുറേ ഐറ്റംസ് കൂടി വരാനുണ്ട്, അപ്പോൾ അതും കൂടി എത്തിക്കോട്ടെ. നല്ലതാണോ? സാമ്പാർ വേണോ? എന്ത് വേണം? സാമ്പാറുണ്ട്, രസമുണ്ട്. നിനക്ക് രസം വേണമെങ്കിൽ രസം നമ്മളിത് കാളാഞ്ചി പൊള്ളിച്ചതും ചെമ്പല്ലി കറിയും കൂടി പറഞ്ഞിട്ടുണ്ട്. അത് രണ്ടും കൂടി വന്ന് അതിവിടെ ഈ ഗ്രാം പോലെ 100 ഗ്രാം 200 ഗ്രാം അങ്ങനെ ഓരോ കാറ്റഗറിയിലാണ് ഇരുന്നത്. സാധാരണ എല്ലായിടത്തും നമുക്കിങ്ങനെ ഒരു ചെമ്പല്ലി കറി എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ആ കറി 2 കഷ്ണങ്ങൾ അങ്ങനെയൊക്കെ ഉള്ളൂ. ഇവിടെ അങ്ങനെയല്ല, ആളെണ്ണം അനുസരിച്ചിട്ട് നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് പറയാൻ പറ്റും. അതൊരു പ്രത്യേകതയാണ് ഇവിടെ, അത് ഇവിടുത്തെ മാത്രം പ്രത്യേകത. അവിടെ മൈൻഡ് ചെയ്യണം കേട്ടോ, മീൻ വരാൻ മുന്നേ കഴിക്കണ വെജിൻ്റെ ആളാണ് അല്ലേ? ആ ഇദ്ദേഹം അങ്ങനെ ഒരു ബീഫ് ഫോർ വെജ് ആണ്. അദ്ദേഹം വെജിറ്റേറിയൻ ആയതുകൊണ്ട് നമുക്കുള്ള ഐറ്റം ഇത് വന്നിട്ടുണ്ട്. ഇത് എന്താണത്? ഇതാണ് പിന്നെ ചെമ്പല്ലി മുളകിട്ട കറി. കാളാഞ്ചി കണ്ടപ്പോൾ ഇതേ കണ്ണും തള്ളി ഒരാൾ തന്നെ ഉണ്ട്. ആ വീഡിയോ എടുക്കണമായിരുന്നല്ലടാ, ഞാൻ തെറ്റിദ്ധരിച്ച്. ഇനി നീ കഴിച്ചു നോക്കിയാ, എന്നിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞേ. ഒരു പീസ് എടുക്കുക എന്നാലല്ലേ. ആ കഴിക്കോളൂ, ചാറിട്ട് കഴിക്കാതെ. ആ എങ്ങനെയുണ്ട്? ഒരു പീസ് ഇട്ട് പിടിച്ച് നോക്കി നീ എടുക്കാനാണ്. എങ്ങനെയുണ്ട് കറി? പൊളിയാണോ?
മസ്റ്റ് ട്രൈ ചെയ്യാണ്ട് എല്ലാവരും വന്നിട്ട്. വീട്ടിലൊക്കെ ഉണ്ടാക്കുന്നത്. വീട്ടിലുണ്ടാക്കണമായിരിക്കും അല്ലേ? നമ്മുടെ കാളാഞ്ചി പൊള്ളിച്ചതും കൂടി കണ്ടിട്ടുണ്ട്. ടോണി അതും കൂടി ഒന്ന് കഴിച്ചു നോക്കിയടാ. ഇന്നത്തെ ടെസ്റ്റർ നീയാണ്. കറക്റ്റ് അഭിപ്രായം പറഞ്ഞോട്ടാ. കാളാഞ്ചി കൊതി തന്നെ അല്ലേ? ആള് വേറെ ഉണ്ട് ടെസ്റ്റ് ചെയ്യാൻ. ആ ടേസ്റ്റ് ചെയ്ത് നോക്കി. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പറഞ്ഞു. ചൂടുണ്ട് കേട്ടോ, പക്ഷെ നല്ല ചൂടുണ്ട്. നമ്മൾ അവർ പറഞ്ഞ് ചെയ്ത് തരണം. വിരൽ അടിച്ചെടുക്കരുത് പോണ പോക്കണ്ടിട്ട്. കറിയൊക്കെ കറക്റ്റ് കറക്റ്റാണോ? എങ്ങനെയുണ്ട്? ഒരു പീസ് എടുത്താണ്ട് അടിക്കേ. ഓ സൂപ്പറാണ്. അടിപൊളി, ഒന്നും പറയാനല്ലോ. ഒന്നും പറയാനില്ല. ബിജുക്കുട്ടൻ പറഞ്ഞ നീ ഒന്ന് പിടിച്ചാ ടോണി. നമ്മൾ കുറച്ച് മസാല കൂടെ ചേർത്ത് ആദ്യം കുറച്ച് മസാല ടേസ്റ്റ് ചെയ്യും. മസാല ഞാൻ ടേസ്റ്റ് ചെയ്തു. എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്കും നോക്കിയിരുന്നു മതിയായി, കൊതിയിട്ടുകൊണ്ടിരിക്കണം. അതിന് ഞാൻ കഴിക്കാൻ തുടങ്ങാൻ ഞാനും പിടിക്കാൻ പോണേ കേട്ടോ. അപ്പം ആരംഭിക്കാം. അപ്പോൾ എന്തായാലും ഇവിടെ വന്ന് ഇനി ഫുഡ് കഴിക്കാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ സ്ഥലം വിസിറ്റ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വരിക അല്ലേ? ഫുഡൊക്കെ എങ്ങനെയുണ്ടായി? അരുണാണ് ഇതിൻ്റെ ആള്. ഫുഡ് സൂപ്പർ അല്ലേ? ഫുഡ് സൂപ്പർ. എനിക്ക് പറയേണ്ട ഒരു കാര്യം, സാധാരണ ഈ സീ ഫുഡ് റെസ്റ്റോറൻറ്റുകൾ നമ്മൾ വന്നു കഴിഞ്ഞാൽ സീ ഫുഡ് ഗംഭീരമായിരിക്കും, അതിനോടൊപ്പം തന്നെ ആംബിയൻസും ഗംഭീരമാണ്. പക്ഷേ ഇവിടെ ഒരു ചെറിയൊരു ആഡഡ് സാധനമാണ് ഇവിടുത്തെ രസം. ഭയങ്കര രസമാണ്. അതായത് എല്ലായിടത്തും ഇത്ര നോർമലി വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ്സിൽ പോലും ഇത്ര നല്ല രസം കിട്ടില്ല. അത് എന്തായാലും ഗ്യാരണ്ടീഡാണ്. പിന്നെ ഇവിടുത്തെ ആംബിയൻസ്, ഇവിടുത്തെ ഫുഡ് എല്ലാം അടിപൊളി. അതെ അതെ, വേണ്ടവരെല്ലാവരും അരുണിനെ വിളിച്ചാൽ മതി. അതെ, അരുണിന്റെ നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, വീഡിയോയുടെ കൊടുത്തിരിക്കും. ഇനി നിങ്ങളിത് ഇവിടെ നിന്ന് ഇത് കണ്ടിട്ടില്ലെങ്കിൽ നഷ്ടം നിങ്ങൾക്ക് മാത്രമാണ്. അത്ര എനിക്ക് പറയാനുള്ളൂ. ഫുഡ് പ്രേമികളാണെങ്കിൽ മസ്റ്റായിട്ട് വന്നിരിക്കണം. നിങ്ങൾക്ക് ആംബിയൻസും സീ ഫുഡ് അടിക്കാൻ ഇതേപോലത്തെ ആംബിയൻസിൽ നിന്ന് കഴിക്കാം. അത്രേ എനിക്ക് ഞങ്ങൾക്ക് പറയാനുള്ളൂ. ബാക്കി പിന്നെ അരുണേ, അപ്പോൾ പിന്നെ കാണാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. താങ്ക് യു, ബൈ.